2 ദിവസം മുമ്പ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് വന്നു. ഇന്ത്യയുടെ ചെറിയ അടുത്ത് കിടക്കുന്ന മോൾഡീവ്സ്, അവിടുത്തെ മുർസുവിൻ്റെ അയാളെ അട്ടിമറിക്കാൻ വേണ്ടി 2023 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻസികൾ അവിടെ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തി. അത് അവസാന നിമിഷം പരാജയപ്പെട്ടു എന്നും പറഞ്ഞാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പം കേരളത്തിലെ ചില മീഡിയയും ചില യൂട്യൂബും ഒക്കെ വളരെ മോശമായിട്ട് അമേരിക്കൻ മീഡിയയെ പറ്റി അവർ തെറ്റാണ് ചെയ്തത്, ഇന്ത്യയെ താറടിക്കാനാണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. ചില ഇന്ത്യൻ മീഡിയയും ചെയ്തു. അപ്പം ഞാനിത് വെയിറ്റ് ചെയ്യുമായിരുന്നു, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ പറയുകയാണ് സംഭവം. ഈ സംഭവം ലീക്ക് ചെയ്തത് ഇന്ത്യയുടെ ഒഫീഷ്യൽസ് തന്നെയാണ്. ഡെലിബറേറ്റായിട്ട് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരുന്നു. അതായത് ഇത് വാഷിങ്ടൺ പോസ്റ്റിനെ കൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യിക്കാൻ. മറ്റൊരു കാര്യം പറയാം, വാഷിങ്ടൺ പോസ്റ്റ് അതേപോലെ ന്യൂസ് പേപ്പറുകൾ ഈ പറയുന്ന മോൾഡീവ്സിലെ ഒരു ഒഫീഷ്യലോ ഏതെങ്കിലും ഒരു ഒഫീഷ്യലോ ഒന്നും പറഞ്ഞാൽ അവർ ഇതേപോലെയുള്ള ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് പബ്ലിഷ് ചെയ്യത്തില്ല. എനിക്കറിയാവുന്ന കാര്യം. അവരത് ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന കൺസേൺഡ് ആയിട്ടുള്ള സീനിയർ ഉത്തരവാദിത്തപ്പെട്ട ഒഫീഷ്യൽസ് തന്നെ ഇവരോട് പേര് വെളിപ്പെടുത്തരുത്, ഇതാണ് സംഭവം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ച ശേഷം മാത്രമേ അവരിത് റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. 100%. കാരണം എനിക്കറിയാവുന്ന ഈ സംഭവം. അപ്പോൾ അടുത്ത ചോദ്യം, ഇവിടുത്തെ മീഡിയ പറഞ്ഞു വാഷിങ്ടൺ വളരെ മോശമായിട്ട് പറഞ്ഞു, അമേരിക്കയ്ക്ക് ഇന്ത്യ താറ്. അത് ബേസിക്കലി നിങ്ങൾക്കൊന്നും ജിയോ പൊളിറ്റിക്സിനെ പറ്റി ലോകത്ത് നടക്കുന്ന പലതിനെ പറ്റി ഒരു കോപ്പും അറിയാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്കിതിനെപ്പറ്റി അറിയത്തില്ല ലോകത്ത് എന്തേ നടക്കുന്നത്. ഇതെന്തിനാണ് ഗവൺമെൻറ് ചെയ്തത്? എന്തിനാണ് ഇത് ലീക്ക് ചെയ്തത്? ലീക്ക് ചെയ്തത് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന പല രാജ്യങ്ങളുണ്ട്. ബംഗ്ലാദേശ്, കാരണം അവൻ വലിയ ചാടിക്കൊണ്ടിരിക്കുക, അവനും മെസ്സേജ് കൊടുത്തു. ശ്രീലങ്ക അവർക്ക് മെസ്സേജ് കൊടുത്തു, നീ മര്യാദയ്ക്ക് ഞങ്ങളുമായിട്ട് സ്നേഹത്തിൽ കഴിയുന്ന രാജ്യമാണ്, ഞങ്ങൾ നിന്നെ സഹായിക്കുന്ന രാജ്യമാണ്, പക്ഷെ ഞങ്ങൾക്കെതിരെ പാര പണിയാൻ വന്നാൽ ഞങ്ങളുടെ ശത്രുവുമായിട്ട് നിന്നെ ഞാൻ തെറിപ്പിക്കും. ഈ മെസ്സേജ് മറ്റുള്ള രാജ്യങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വാഷിങ്ടൺ പോസ്റ്റിനെ കൊണ്ട് ഇന്ത്യൻ ഒഫീഷ്യൽസ് ഈ സംഭവം ലീക്ക് ചെയ്തത്, പിടികിട്ടിയ സംഭവം. എന്തിനാണ് മാൽദീവ്സ് പ്രസിഡന്റിനെതിരെ ഇന്ത്യ പടയൊരുക്കം നടത്തി? അയാൾ കയറി വന്നപ്പോൾ അയാളുടെ ധാരണയായിരുന്നു, അയാൾ ആദ്യം ഇന്ത്യയുടെ ഒരു ചെറിയ സൈനിക താവളം, അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള താവളം, ആരെങ്കിലും അവരെ കയറി അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം അവർക്ക് പട്ടാളമൊന്നുമില്ല, അതിനെ എടുത്ത് ദൂരെ കളയുന്നു, എടുത്തു പോകാൻ അവരുടെ മാൻഡേറ്റ് ഇതാണ്, ഇത്ര ദിവസം ഇവിടുന്ന് കാലിയാക്കണം. എന്നിട്ട് ചൈനയ്ക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതായത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന അവരുടെ ദ്വീപിൽ ചൈനയോട് പറഞ്ഞ് ഈ ദ്വീപ് എടുത്തോളാൻ, ഇനി ചൈന ആരും മതി ഞങ്ങളുടെ സെക്യൂരിറ്റി. ഈ പറയുന്നത് മുർസു പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇതൊക്കെ. അല്ല, നിങ്ങൾ ഈ പൊട്ടത്തരമൊന്നും പറയരുത്. എന്താണ് അയാൾ ചെയ്തത്? ആദ്യം വന്നിട്ട് അത് ഇസ്ലാമിക് റാഡിക്കൽ രീതിയിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും അറ്റാക്ക് ചെയ്യാനും ഒഴിവാക്കാനും ഇയാൾ ശ്രമിച്ചു. അവിടുത്തെ മന്ത്രിമാരെ കൊണ്ട് ഇയാളുടെ ക്യാബിനറ്റുള്ളവർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ പറയുന്നു, ഇന്ത്യക്കാർക്കെതിരെ പറയുന്നു, ഇന്ത്യ വൃത്തിയില്ലാത്ത രാജ്യമാണെന്ന് പറയുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്താണ് ഇവർ നടത്തിയതെന്ന്? അതായത് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ശത്രു രാജ്യമായ ചൈനയ്ക്ക് വേണ്ടി, കാരണം ടെൻഷൻ നിലനിന്ന സമയത്ത് അവരുടെ യുദ്ധക്കപ്പലുകളും അവരുടെ വെസൽസും ഈ പറയുന്ന നമ്മുടെ അടുത്തുകൊണ്ട് പാർക്ക് ചെയ്തു. കാരണം ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളത്. കാരണം അത് അമേരിക്കയ്ക്കും പ്രശ്നമാണ്. കാരണം അമേരിക്ക ഡിയാഗോ രാഷ്ട്രം അപ്പുറത്ത് കിടക്കുകയാണ്. ഇതാണ് ഇഷ്യൂ. കാരണം നിങ്ങളുടെ അടുത്ത് കൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവിനെ കൊണ്ട് നിന്റെ അയൽവാസി കൊണ്ട് താമസിപ്പിച്ചാൽ എന്ത് ചെയ്യും? ഏത് രീതിയിലും മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം ഇന്ത്യയെ ഇല്ല, ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കടലിടുക്കും ആ വേ ഉണ്ട്, വെസൽസ് പോകുന്ന റൂട്ടാണ്, അതിനെ പൂർണ്ണമായിട്ടും ബാധിക്കും. ഇന്ത്യയുടെ സോഷ്യോ എക്കോണമിയെ ബാധിക്കും, ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ ബാധിക്കും. ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പം അതൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ത് സൊല്യൂഷൻ ഉണ്ടാകും? കാരണം ഇയാൾ പോകുന്നു, UAE പോകുന്നു, സൗദി അറേബ്യ പോകുന്നു, ടർക്കിയിൽ പോകുന്നു. ടർക്കി ഒഴികെ മറ്റ് 2 രാജ്യങ്ങളും ഈ പറയുന്ന മുർസുവിനോട് പറഞ്ഞു ഇന്ത്യയുമായിട്ട് യോജിച്ച് പോകണം.
നിങ്ങളവിടെ ചൈനയെ കൊണ്ടുവരരുത്. ഞങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇന്ത്യയെ എതിർക്കാനും ഞങ്ങൾ നിങ്ങളെ സഹായിക്കില്ല. ഇന്ത്യ മാത്രമേ നിങ്ങളെ സഹായിക്കൂ. ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അവർ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ആവശ്യം വന്നപ്പോഴും, കൊറോണയാണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യം, കുടിവെള്ളത്തിൻ്റെ ആവശ്യമാണെങ്കിലും, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ നേരത്തെ പ്രസിഡന്റിനെ പോയ എടുത്ത് മാറ്റിയ സമയത്താണെങ്കിലും, മറ്റേ തമിഴ് ഭീകരന്മാർ, ആ സമയത്തൊക്കെ നിങ്ങളെ സഹായിച്ചത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ചൈനയ്ക്ക് അവിടെ എൻട്രി കൊടുക്കരുത്. ഇപ്പം ഇന്ത്യൻ കമ്പനി അവിടെ എയർപോർട്ടുണ്ട്, അവരെ ഒരു ദൂരെ കളയുന്നു. ആലോചിച്ച് നോക്ക് എത്രമാത്രം നഷ്ടമാണ് ഇന്ത്യൻ കമ്പനിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഓരോ ഇന്ത്യക്കാരനും ഉണ്ടായത്. അതേപോലെ ഇന്ത്യക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ 15-20%, 20-30% അവർ ടൂറിസം ഇന്ത്യക്കാരാണ്. അപ്പോൾ അവർ പറയുന്നു വീണ്ടും ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളായിട്ട് വരണ്ട, അവർക്ക് ചൈനക്കാരെ മതി. ചൈനയിൽ പോയപ്പോൾ ചൈനക്കാർ ഇങ്ങോട്ട് വന്നാൽ മതി. വെറും പരമനാറിയായിരുന്ന പ്രസിഡന്റ്, ഇപ്പോഴാലും തന്നെ പ്രസിഡന്റ്, അയാളെ എടുത്ത് കളയുക എന്നുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പത്രം തന്നെയാണ്. അതിനെന്താ പ്രശ്നം? നിങ്ങൾ അതാണ് ഗവൺമെൻറ് ചെയ്തത്. കാരണം അത്രയേ ഉള്ളൂ. 6 മില്യൺ മുടക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാളുടെ വലിയൊരു ശതമാനം അയാളെ പിന്തുണയ്ക്കുന്ന, അതായത് ഈ MP-മാർ, അയാൾ ഇപ്പുറത്തോട്ട് മാറിയ നജീമിനെ അയാൾ പ്രസിഡന്റ് ആക്കാൻ തയ്യാറായി. ഗവൺമെൻറ് പ്ലാൻ ചെയ്ത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് അത് മുഴുവനും കളിച്ചത്. ഇത് മനസ്സിലാക്കി ഇയാൾ രായ്ക്ക് രാമാനം മോദിയെ വിളിക്കുന്നു, സംസാരിക്കുന്നു. ഇയാൾ ചൈനയുമായിട്ടുള്ള റിലേഷൻ എല്ലാം കട്ട് ചെയ്തല്ലോ. പെട്ടെന്ന് ഇന്ത്യയിൽ സംസാരിക്കുന്നു, ടോക്സ് നടക്കുന്നു. കാരണം ഇയാൾക്ക് മനസ്സിലായി ഇയാൾ തെറിക്കും. ഇയാൾ തെറിച്ചു കഴിഞ്ഞാൽ അടുത്ത വരുന്ന മന്ത്രിസഭ ഇയാളെ പിടിച്ച് ജയിലിനകത്തിടും, ഉറപ്പാ. അങ്ങനെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യ ഇടപെട്ടത്. ഇന്ത്യ പവർഫുൾ നേഷനാന്ന്, ബിഗ് ബ്രദറാന്ന് കാണിച്ചു കൊടുത്തു. ഞാനും നീയും സുഹൃത്താണ്, പക്ഷെ എന്നെ പാരവെക്കാൻ നീ വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വിടില്ല. നിന്നെ അവിടുന്ന് തെറിപ്പിക്കും, നിന്റെ മന്ത്രിസഭയെ തെറിപ്പിക്കും. ഇത്രയേ ഉള്ളൂ മാൽഡീവ്സ്. കേരളത്തിലെ സുഡാപ്പികൾ വലിയ സംഭവമായിട്ട് വരും. ഇത്രയേ ഉള്ളൂ സംഭവം. 6 മില്യൺ കൊടുക്കും, അത് വെച്ച് ഗെയിം കളിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തലവനെ മാറ്റാൻ വേണ്ടി അതിൻ്റെ അകത്തെ 60% MP-മാർ മദ്രാസിൽ വന്നോ ഇല്ലയോ, ചെന്നൈ വന്നു, ഡിസ്കഷൻ നടന്നു. ഈ സമയത്ത് സംഭവം ലീക്കായി. ഇയാൾ പിടിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ച കാര്യങ്ങൾ ഇവർ കരഞ്ഞു പറയുന്നു. അങ്ങനെയാണ് ഈ സംഭവം ഇന്ത്യ ഗവൺമെൻറ് വേണ്ട എന്ന് വെക്കുന്നത്. ഇയാൾ ഈ പറഞ്ഞ പരിപാടികളെല്ലാം മാറ്റിവെച്ചു. അത് ഇന്ത്യയുമായിട്ട് നല്ല ധാരണ. ഇപ്പോൾ അടുത്ത ധാരണ എന്തുവാ? ഇന്ത്യയുടെ ബേസ് വീണ്ടും അവിടെ തുറക്കാൻ വേണ്ടി അയാൾ റിക്വസ്റ്റ് കൊടുത്തിരിക്കുക. അപ്പം ഇങ്ങനെയുണ്ടായൊരു സംഭവം ഒളിച്ചു വെക്കണ്ടെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നു. അതുകൊണ്ടാണ് വാഷിങ്ടൺ പോസ്റ്റിന് ഇന്ത്യയിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ അവരെ ബ്രീഫ് ചെയ്ത് ഈ സ്റ്റോറി വരാൻ വേണ്ടി പറയുന്നത്. കാരണം ഇന്ത്യൻ മീഡിയ വരുന്നതിനേക്കാളും വാഷിങ്ടൺ പോസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അത് ഗ്ലോബലായിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം ഇന്ത്യ അമേരിക്കയെ പോലെ പവർഫുൾ നേഷനാണ്. ആ രീതിയിൽ അതിനൊരു വ്യാഖ്യാനം ലഭിക്കും. അതാണ് ആർക്ക് കൊടുക്കുന്ന താക്കീതാണ്, ഡയറക്റ്റ് താക്കീതാണ് ബംഗ്ലാദേശിന് കൊടുക്കുന്നത്, ശ്രീലങ്കയ്ക്കും കൊടുക്കുക താക്കീതാണ്. നീയും മര്യാദയ്ക്ക് നിന്നോ, നമ്മളെല്ലാ സുഹൃത്തുക്കളും അയൽവാസികളുമാണ്, കൂടുതൽ ഗെയിം കളിക്കാൻ ശ്രമിക്കരുത്, നിന്നെ അവിടുന്ന് തെറിപ്പിക്കും. കാരണം മാൽഡീവ്സിൽ ഞങ്ങളിത് ചെയ്തതാണ്. കാരണം അമേരിക്ക ലോകത്ത് മുഴുവൻ ചെയ്യുന്ന പരിപാടി അവരുടെ കൂടെ നിൽക്കാത്തവനെ അവർ തെറിപ്പിക്കും. ഇമ്രാൻഖാൻ കൂടെ ഇമ്രാനെ തെറിപ്പിച്ചു. ലോകത്താരും അവൻ്റെ കൂടെ നിന്നാ. ഇന്ത്യ അങ്ങനെയൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇന്ത്യ അവിടെ ഒരു സ്നേഹിതമായ രാഷ്ട്രം, ഇന്ത്യ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന രാഷ്ട്രം. ഇവിടെ ഏറ്റവും വലിയ ശത്രുവിനെ കൊണ്ട് ഒരു ഭാഗത്ത് അവർ ശത്രുവായി നിൽക്കുകയാണ്. ഇന്ത്യയുടെ ഈ ചൈന ബോർഡറിൽ ഇവിടെയും കൊണ്ടുവന്ന് അവർക്കൊരു 2-3 ദ്വീപാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. അത് മുഴുവൻ തിരിച്ചെടുത്തു. എന്താ കാര്യം? ഇത്രയേ ഉള്ളൂ സംഭവം. അതുകൊണ്ട് എനിക്കതൊരു അഭിമാനമാണ്. കാരണം ഇപ്പോഴാണ് നമ്മൾ പവർഫുൾ നേഷനായത്. അല്ല വാചകോടിയൊന്നും അല്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാണ് അമേരിക്ക പവർഫുൾ ആയത്. കാരണം അവരുടെ ആ രാജ്യത്തിൻ്റെ ആ ജനങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മാൽഡീവ്സിനെ ആണെങ്കിലും ശ്രീലങ്കയാണെങ്കിലും ബംഗ്ലാദേശിനെയൊക്കെ സഹായിക്കുന്നത്. കാരണം നമ്മുടെ അടുത്ത രാജ്യം, നമ്മുടെ അയൽവാസിയാണ്. പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ ത്രെട്ടാകാൻ വേണ്ടി നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ശത്രുവിനെ കൊണ്ടവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ പ്രതികരിക്കും. ഈ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത്. അതിലയാൾ പെട്ടു.
ഇതാണ് ഇതിൻ്റെ ആകെ തുകയെന്ന് പറയുന്നത്. അതിന് നമ്മൾ അഭിമാനിക്കുകയാണ്. അതിൻ്റെ വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്ത് അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതോടുകൂടി ഈ രാജ്യങ്ങൾക്ക് നല്ലൊരു പാഠം കിട്ടി. ഇന്ത്യ ഏത് രാജ്യമാണ്, പഴയ ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. ആ ഒരു മെസ്സേജും കൂടെ മോദി ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.